ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ ഗൈസ്. ഇത് തലേദിവസം രാത്രി പൂത്തിരി കത്തിച്ച വീഡിയോ ആണ്. ഇശാങ്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രാവശ്യം പൂത്തിരിയൊക്കെ കത്തിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ പുഴുക്കിനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. ചേമ്പ്, ചേന, മധുരക്കിഴങ്ങ്, പിന്നെ നല്ല മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. മുളക് ചമ്മന്തിക്ക് നല്ല എരിവായിരുന്നു. പിന്നെ നമ്മൾ തൈരൊഴിച്ച് മുളക് ചമ്മന്തി ഉണ്ടാക്കി. കറി എന്ന് വെച്ചാൽ നല്ല എരിവുണ്ടായിരുന്നു. ഞാനാണ് അരച്ചത്, പക്ഷേ ഇച്ചിരി എരിവ് കൂടിപ്പോയി ഗൈസ്. പിന്നെ വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയിലേക്കാണ്. അമ്മ ദേ കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ കഴുകുകയാണ്. അപ്പോൾ ഇശാങ്കുട്ടൻ്റെ വക അവിടെ പ്രകടനങ്ങൾ സൈഡിൽ നടക്കുന്നുണ്ട് ഗൈസ്. ഇശാങ്കുട്ടനാണെങ്കിൽ നമ്മൾ കുളിക്കാൻ വിളിച്ചാൽ ഓട്ടമാണ് അവൻ്റെ മെയിൻ പരിപാടി. അവനിങ്ങനെ പല്ല് തേക്കുക, കുളിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ കയറിക്കഴിഞ്ഞാൽ ആളിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിന് മുമ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിളിക്കാൻ. പിന്നെ വിളക്കൊക്കെ കത്തിച്ചു, എന്നിട്ട് വേണം നമുക്കിനി അമ്പലത്തിലൊക്കെ പോകാൻ. ഇതാണ് എൻ്റെ പേഴ്സണൽ സാരി ഡ്രേപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ സാരി ഉടുക്കുമ്പോൾ വിഷ്ണുവേട്ടൻ്റെ കൈകൾ അവിടെ എത്തിയിരിക്കണം. കാര്യം എനിക്കല്ലാതെ ഉടുക്കാൻ അറിയത്തില്ല ഗൈസ്. പിന്നെ ഞാൻ ഒരു ഇതൊക്കെ ഒപ്പിച്ച് വെളിയിൽ ഇറങ്ങി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അമ്പലത്തിലെത്തി. വീഡിയോ ഓണാക്കിയത് കണ്ടപ്പോഴാണ് വിഷ്ണുവേട്ടൻ കൈ തൊഴുന്നത്. പിന്നെ തിരിച്ചു വരുന്ന വഴി ഇശാങ്കുട്ടൻ്റെ കലാപരിപാടികളായ ചിപ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ വന്നിട്ട് നമ്മൾ പുഴുക്കൊക്കെ കഴിച്ചു. അമ്മ പറയുകയാണ് അമ്മ ജോലിക്ക് പോകുന്നതിന് മുമ്പാണ് ഇങ്ങനെ പുഴുക്കൊക്കെ കഴിച്ചിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പുഴുക്കൊക്കെ കഴിക്കുന്നത്. സത്യമായിട്ടും കേസ് ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ദീപാവലിയുടെ അന്ന് പുഴുക്കൊക്കെ കഴിക്കുന്നതിനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ നമുക്കിന്ന് സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പനീർ കറി ഉണ്ടായിരുന്നു, കോളിഫ്ലവർ കറി ഉണ്ടായിരുന്നു. പനീറും കോളിഫ്ലവറൊക്കെ വൈകിട്ടത്തേക്കാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ദീപാവലിയായിട്ട് ചിക്കനൊന്ന്. നമുക്ക് സന്തോഷമുള്ള ദിവസങ്ങൾ നമുക്ക് സന്തോഷമുള്ള ഫുഡ് കഴിച്ചു വേണ്ടേ ഗൈസ് ആഘോഷിക്കാൻ. അപ്പോൾ അമ്മ ചിക്കൻ കറിയൊക്കെ പകുതി ഉള്ളിയൊക്കെ വാട്ടി വെച്ചു. പിന്നെ ഞാൻ ദേ സാലഡ് വെക്കാനുള്ള പരിശ്രമത്തിലാണ്. കുക്കുമ്പറൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിഷ്ണുവേട്ടൻ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്ന്. അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തു തരാൻ വിഷ്ണുവേട്ടൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഗൈസ്. ഇതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്തൊന്ന്. പക്ഷേ വേറെ ഒന്നും ഉണ്ടല്ലേ ഗൈസ്, ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പാവത്തന്നെ എനിക്ക് വരാന്തയൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി തന്നു. അങ്ങനെ ഉപകാരങ്ങളൊക്കെ വിഷ്ണുവേട്ടൻ ചെയ്യും കേട്ടോ. അല്ലാതെ ആണുങ്ങൾ അതൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ടൈപ്പൊന്നും അല്ല. എല്ലാം എനിക്ക് തൂത്തുടച്ചൊക്കെ തരുന്നത് വിഷ്ണുവേട്ടനാണ്. പിന്നെ അമ്മ ദേ ചിക്കൻ കറിക്കുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പുറത്തെ സാലഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം അമ്മ പറഞ്ഞു വെളിയിൽ അമ്മയ്ക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അമ്മ ദേ അത് കൈയിട്ടെടുക്കുന്നില്ല ഗൈസ്. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടുതലാണോ ഇല്ലയെന്ന് അറിയാത്തതുകൊണ്ട് അമ്മയൊരു ശങ്കിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ അത് അവസാനം മൊത്തം ഇട്ട്. കാര്യം ചിക്കൻ കറി അല്ല, ഇച്ചിരി ടേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഇരുന്നോട്ടെന്നും കരുതി. പിന്നെ അമ്മ നോർത്തിലെ വിശേഷങ്ങളൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങനെയൊക്കെയാണ് ആഘോഷിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. പിന്നെ നമ്മുടെ സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചു. ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതിന് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആരെവിടെ എന്ത് ജോലി ചെയ്യാൻ കയറിയാലും ഇശാങ്കുട്ട എൻ്റെ വാല് പോലെ അവിടെ കാണും. നമ്മുടെ ചിക്കൻ കറി ചിക്കൻ കറി അവസാനത്തെ സ്റ്റേജിലായി. പിന്നെ നമ്മുടെ റൈസിനകത്ത് ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ഗൈസ്. കുരുമുളകും ജീരകവും ഉള്ളിയും മാത്രമേ ഉള്ളൂ. കാര്യം ഇവിടെ എല്ലാവർക്കും ഒത്തിരി വെജിറ്റബിൾസിനൊന്നും ഇഷ്ടമല്ല. പിന്നെ വൈകിട്ടത്തേക്കുള്ള പനീർ കറിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. വന്ന സമയത്ത് എനിക്ക് ഈ പനീർ കറി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവിടെ വന്നാണ് ഈ പനീറെന്ന് കേൾക്കുന്നത് പോലും. ഞാൻ കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്കറിയത്തില്ലായിരുന്നു ഗൈസ്. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചാണ് അതൊക്കെ സെറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഇതൊക്കെയായിരുന്നു ഉച്ചക്കത്തേക്കുള്ള ഫുഡ്. ബിരിയാണി അല്ല ഗൈസ്, നമ്മുടെ റൈസ്, സാലഡ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, അച്ചാർ, പപ്പടം, ഇതൊക്കെയായിരുന്നു നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ്. ഞാനാണെങ്കിൽ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ സ്ലോ മോഷനിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പിന്നെ എല്ലാവരും കയറി കിടന്ന് ഉറങ്ങി. കാര്യം ഉച്ചവരെയുള്ള ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോളിഫ്ലവർ കറിയും വെച്ചിട്ടുണ്ടായിരുന്നേ. ഉച്ചയ്ക്ക് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അതാ നല്ല മഴ പെയ്യുന്നു. ഞാനോർത്ത് ഓഹോ വിളക്കൊന്നും കത്തിക്കാൻ പറ്റത്തില്ല, പണി പാളിയെന്ന് വിചാരിച്ചു. പിന്നെ മഴ ചാറിക്കൊണ്ട് നിന്നപ്പം നമ്മൾ മേളിലത്തെ അവിടെ എല്ലാം മെഴുകുതിരിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ 7 മണിയാകുമ്പോഴേ ലക്ഷ്മി പൂജ കഴിയത്തുള്ളൂ, അത് കഴിഞ്ഞിട്ടേ വിളക്ക് കത്തിക്കാവുള്ളൂ എന്ന് അമ്മ പറഞ്ഞു. പക്ഷെ അപ്പുറം ഇപ്പുറം എല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു 6:30 ആയപ്പോഴത്തേക്ക് കാര്യം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. മഴയുടെ ഇതുകൊണ്ട് നല്ലതായിട്ട് മഴ ചാറി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഒരുങ്ങി വന്ന് വിളക്കൊക്കെ കത്തിച്ചു. ഇശാങ്കുട്ടന് വിളക്ക് കത്തിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ സൈഡിൽ കിടന്ന് ഭയങ്കരമായിട്ട് വെള്ളം വെക്കുന്നുണ്ട്. ഈ വീഡിയോയ്ക്കകത്ത് കിട്ടിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കാലി നമ്മുടെ എണ്ണ കഴിഞ്ഞ കുപ്പിയും കൊണ്ട് നടക്കുകയാണ്. അവന് എണ്ണ ഒഴിക്കണമെന്ന് പറഞ്ഞുള്ള ബഹളമാണ്. കൊടുത്തു കഴിഞ്ഞ് ഈ ടൈല് മുഴുവൻ അവൻ എണ്ണ ഒഴിച്ച് വെക്കും. നാളെ രാവിലെ എൻ്റെ അമ്മയുടെ കാര്യത്തിലൊരു തീരുമാനമൊക്കെ. അതാണ് അവൻ്റെ അവസ്ഥ. പിന്നെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു. കുറേ വിളക്കുകളൊക്കെ ഉണ്ടെന്ന്. ഈ പ്രാവശ്യം ഞങ്ങൾ ചട്ടിയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓരോ തവണ 10, 25, 50 ചട്ടിയൊക്കെ വാങ്ങിക്കും. അങ്ങനെ കൂട്ടിയാണ് ഞാൻ വന്നന്ന് വെച്ചാൽ
ഞാൻ വന്നിട്ട് 5 വർഷമാകുന്നു ഗൈസ്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ വാങ്ങിച്ചിരുന്ന ചട്ടികളാണ് ഇതൊക്കെ. ഓരോ പ്രാവശ്യം ഇങ്ങനെ 5ഉം 10ഉം 15 അല്ലെ 50 ചട്ടിയൊക്കെ വാങ്ങിക്കും. അങ്ങനെ കൂട്ടി ഇപ്പോൾ ഇത്രയും ചട്ടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വാങ്ങിക്കണം, നമ്മുടെ ഈ മിറ്റം മുഴുവൻ കത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ മഴ കാരണം പറ്റിയില്ല. അതേ ഐ ഹെൽപ്പ് യു എന്നും പറഞ്ഞ് എന്നെ സഹായിക്കാൻ ഒരാൾ വന്ന് നിൽക്കുന്നതാണ്. പൊള്ളോന്നൊന്നും പറഞ്ഞാൽ ആശാന് മനസ്സിലാവത്തില്ല. അപ്പോൾ അമ്മ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, സാരമില്ല രശ്മിയെ കൊടുക്കുക, ഒരു പ്രാവശ്യം പൊള്ളി കഴിയുമ്പോൾ പിന്നെ അവന് മനസ്സിലാകുന്നു. പക്ഷേ എന്നാലും നമ്മുടെ മോനല്ലേ, അങ്ങനെ പൊള്ളാൻ സമ്മതിക്കാവോ ഗൈസ്? അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തുള്ള പ്രഹസനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിൽക്കുമായിരുന്നുണ്ട്. എനിക്ക് എന്താണെന്നറിയത്തില്ല ഗൈസ്, പെയ്യെ ശരിയാകുമായിരിക്കും. പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇശാങ്കുട്ടൻ എന്തായാലും എൻ്റെ മടിയിലിരുന്ന് അമ്മ എനിക്ക് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യം എൻ്റെ മോൻ തനിയെ പൂത്തിരി കത്തിക്കുന്നു ഗൈസ്. ഞാൻ ഈ പ്രായത്തിലാണ് തന്നെ ഒരു പൂത്തിരി എടുത്ത് കത്തിക്കാനൊക്കെ തുടങ്ങിയത്. ഞാൻ ഇന്ന് വരെ ഒരു പൂത്തിരി പോലും കൈകൊണ്ട് പിടിച്ചിട്ടില്ല. കാര്യം എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പടക്കവും പൂത്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. എനിക്ക് സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര പേടിയാണ്. പക്ഷേ അതുകൊണ്ട് അവൻ തന്നെ കത്തിക്കുകയാണ്. പിന്നെ വിഷ്ണുട്ടൻ കൊരവപ്പൂ കത്തിക്കുന്നു. നമ്മൾ ഈ പ്രാവശ്യം കൊരവപ്പൂ, തറച്ചക്രം അങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മൾ പടക്കം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ട് 2-3 പൊട്ടിക്കുമ്പോൾ ഇശാങ്കുട്ടൻ മേളം ഉണ്ടാകും. പിന്നെ അത് വെറുതെ അവിടെ ഇരുന്ന് തണുത്ത് പോവാണ്. അതുകൊണ്ട് അമ്മ ഈ പ്രാവശ്യം നേരത്തെ പറഞ്ഞായിരുന്നു പടക്കം പോലത്തെ ഐറ്റംസ് ഒന്നും വേണ്ട. അതുകൊണ്ട് പൊട്ടുന്ന ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല. ഇങ്ങനത്തെ കുരവപ്പ്, പിന്നെ ഒരു വെറൈറ്റി കുരവപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. ഇതൊക്കെ പൊട്ടുമെന്ന് സംശയമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ മഴ ഇങ്ങനെ ചാറി നിൽക്കുകയാണ്. അത് കാരണം പൊട്ടുമെന്നൊക്കെ നല്ല സംശയമായിരുന്നു. പിന്നെ എന്തായാലും പൊട്ടി ഗൈസ്, എല്ലാം പൊട്ടി. ഒരെണ്ണം പോലും പൊട്ടാതിരുന്നൊന്നുമില്ല, എല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഗൈസ്, ഇങ്ങനെ കുറേ നേരം നിന്ന് പൊട്ടിച്ചു. കാര്യം ഇന്ന് മഴ ആയതുകൊണ്ട് വലിയൊരു രസം എങ്ങും ഇല്ലായിരുന്നു. എല്ലാവരും വീടിൻ്റെ അകത്ത് തന്നെ കുറച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടേ ഉള്ളായിരുന്നു. വെളിയിലോട്ടൊന്നും കത്തിക്കാൻ പറ്റത്തില്ലല്ലോ, കാര്യം മഴയല്ലേ. വീണ്ടും ദേശാങ്കുട്ടം കമ്പിത്തിരി അല്ല, ഇത് രാത്രിയിലെ പെൻസിൽ പോലത്തെ സാധനമില്ലേ, അതാണ് ഇവൻ പൊട്ടിക്കുന്നത് കേട്ടോ. മറ്റേ പൂത്തിരി ഇച്ചിരി നേരം കൈ പിടിച്ചപ്പോൾ അമ്മയെ കയ്യിൽ വീഴുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു തന്നായിരുന്നു. പക്ഷേ ഇത് നല്ല രസമായിരുന്നു. പിന്നെ നമ്മുടെ കൊരവപ്പൊക്കെ കത്തിച്ചു. കൊരവപ്പ് കത്തുന്നതാണ് നല്ല രസമാണ് അല്ലേ. പിന്നെ വൈകുന്നേരത്തെ ഫുഡാണ് ഗൈസ് ഇത്. ഉച്ചക്കത്തെ ചിക്കൻ ഉണ്ടായിരുന്നു, കോളിഫ്ലവർ, പനീർ കറി, ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി, ഇതൊക്കെയായിരുന്നു ഡിന്നർ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പൂത്തിരിയൊക്കെ കൈ പിടിച്ച് കത്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം എങ്ങാണ്ട് ഒരു തവണ ഒരു പൂത്തിരി എൻ്റെ കയ്യിൽ വീഴുമെന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും പിടിക്കത്തില്ല. പക്ഷേ ഇശാങ്കുട്ടൻ പിടിക്കുന്ന കണ്ട നാണക്കേട് കൊണ്ട് ഞാനും അങ്ങ് പിടിച്ചു. വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത്, എൻ്റെ മോൻ കത്തിക്കുന്നത് കണ്ടിട്ടെങ്കിലും നീ കത്തിക്കുന്നത്. അതാണ് ഞാൻ സത്യത്തെ. എനിക്ക് പേടിയാണ് ഗൈസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഞാൻ ഈ പടക്കം പൊട്ടുന്ന അമ്പലത്തിലൊന്നും പോകാറേയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ പറയുകയാണ് ഈ വർഷത്തെ ദീപാവലി അങ്ങനെ ഈ പൂത്തിരിയോട്, ഈ ലാസ്റ്റ് പൂത്തിരിയാണ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ എല്ലാവരും നാളെ വേറൊരു വിശേഷമായിട്ട് കാണാം.